ഈ വഖഫിനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഈ സമൂഹത്തിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റാനുള്ള ഒരു സെമിനാറായിരുന്നു ഇത്. മാത്രമല്ല, പുതിയ വഖഫ് നിയമം എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ഒരുപാട് സംരക്ഷണങ്ങളും സ്വാതന്ത്ര്യവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഭരണ സംരക്ഷണങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന രീതിയിലുള്ള പുതിയ നിയമമാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമത്തെ എല്ലാവരും എതിർക്കുന്നത്. ഇതൊരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമാണ്, അല്ലാണ്ട് ഒരു സമുദായത്തിന് എതിരായിട്ടുള്ള നിയമമൊന്നും ആയിട്ടല്ല നമ്മൾ പറയുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമാണ്. ഇത് ഒരു സമൂഹത്തിൽ സമുദായങ്ങൾ തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊഴുപ്പിക്കാനാണ് ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നും വീഴാതെ ഇതെന്താണ് എന്നുള്ളത് എല്ലാവരെയും നമ്മൾ ശരിയായ രീതിയിൽ ധരിപ്പിച്ച് ഈ നിയമം എന്തുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഈ സെമിനാറിൽ നമ്മളിവിടെ അവതരിപ്പിച്ചത്. ഇനി അടുത്തുള്ള പോരാട്ടം എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടം. അതായത് പല രീതിയിലുള്ള ഇതുപോലത്തെ മീറ്റിങ്ങുകൾ ഉണ്ടാകും, റാലികൾ ഉണ്ടാകും. അതിനകത്ത് എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരെയും അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമായിട്ടായിരിക്കും ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇനി നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളെല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. 16-ാം തീയതി സുപ്രീം കോടതി അത് ഹിയറിംഗ് നടത്തുന്നുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ ഈ പറയുന്ന പുതിയ നിയമം പ്രാവർത്തികമാക്കരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിക്കാൻ പോകുന്നത്. കാരണം ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു നിയമം പ്രാവർത്തികമാക്കി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം സുപ്രീം കോടതി മുന്നിൽ ഞങ്ങൾ നിരത്തും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഉത്തരവ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കും.